തൃശൂരിൽ CPM BJPക്ക് വോട്ടുമറിച്ചു എന്ന കാര്യം എല്ലാവരും സമ്മതിച്ചു തുടങ്ങി. എങ്കിലും കെ മുരളീധരന് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. CPI മത്സരിച്ച തൃശൂരിൽ CPM കാലുവാരിയ കഥ എല്ലാവർക്കും ബോധ്യമായതോടെ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് പറയുന്നവരും ഏറെയുണ്ട്. സത്യത്തിൽ കേരളത്തിൽ BJP ജയിക്കുകയൊന്നും വേണ്ട, രണ്ടാം സ്ഥാനത്തെത്തിയാൽ തന്നെ അത് വലിയ അപകടമാണ് കാണിക്കുക. കേരളം പിടിച്ചെടുക്കാൻ സർവ്വസന്നാഹവുമായി വരുന്ന നരേന്ദ്രമോദി, അതോടൊപ്പം എണ്ണിയാൽ തീരാത്തയത്ര പണം ചെലവഴിക്കാൻ കഴിവുള്ള BJP എന്ന പാർട്ടി വർഗീയ വിദ്വേഷം വിതച്ചുകൊണ്ടുവരുമ്പോൾ അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആരും തന്നെ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പിണറായി വിജയൻ്റെ ടീം വോട്ടുമറിച്ചു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. മുഖ്യമന്ത്രിയെ മാത്രം രക്ഷിക്കാൻ വേണ്ടി വലിയ രീതിയിൽ വോട്ടുമറിക്കാൻ സാധ്യതയില്ല എന്ന് കരുതിയിരുന്നുവെങ്കിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മോദിയുടെ കയ്യിൽ വന്നതോടെ CPMുകാർ പേടിച്ചുപോയി. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPMുകാർ. മോദിയാകട്ടെ കൂടെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബാങ്ക് കൊള്ളയടിച്ചവരെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി CPMനെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി. അതിൽ തന്നെ വലിയൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ടു നൽകി എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂരിലെ CPMൽ പേടി സ്വപ്നമായി മാറിയ കരുവന്നൂർ ബാങ്കിന് പുറമെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ്, അതുപോലെ ലാവ്ലിൻ, ലൈഫ് മിഷൻ, മാസപ്പടി എന്നീ കേസുകളെല്ലാം ചേരുമ്പോൾ BJPയെ സഹായിക്കാതിരിക്കാൻ CPMന് കഴിയില്ല എന്നൊരവസ്ഥയിലായി. അങ്ങനെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതുപോലെ നടന്ന ചർച്ചയുടെ പ്രതിഫലനം തൃശ്ശൂരിൽ വ്യക്തമായി കണ്ടു. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളായ നാട്ടികയിലും ഗുരുവായൂരിലും വോട്ടുകൾ BJPക്ക് പോയി എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ CPMൻ്റെ വോട്ടുകൾ പോയ ഇടങ്ങൾ വരെ വളരെ വ്യക്തമായി തൃശ്ശൂരുകാർ കണ്ടുപിടിച്ചിരിക്കുന്നു. നാട്ടികയും ഗുരുവായൂരുമാണ് അതിൽ പ്രധാനപ്പെട്ടത്. വോട്ടു കച്ചവടം നടന്നു എന്നുള്ളത് വ്യക്തമായി. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ് UDF സ്ഥാനാർത്ഥി മുരളീധരൻ പറയുന്നത്. എന്നാൽ BJPക്ക് വോട്ട് കൂടിയത് സത്യമാണെങ്കിലും അത് UDFനെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ മുരളീധരൻ 30,000 മുതൽ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്ന് ഉറപ്പു പറയുന്നു. മുരളീധരൻ പറഞ്ഞതുപോലെ ഇതാണ് ഭൂരിപക്ഷമെങ്കിലും UDFന് അല്പം കുറവാണ്. കാരണം കഴിഞ്ഞ തവണ 90,000-ഓളം വോട്ടുകൾക്കാണ് TN പ്രതാപൻ വിജയിച്ചത്. അപ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നു CPMും BJPയും വ്യക്തമായൊരു അന്തർധാര തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു വ്യത്യാസം വരാനുള്ളത് CPM വോട്ട് മറിച്ചത് ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തെത്താൻ BJPയെ സഹായിക്കും എന്നുള്ളതാണ്. വോട്ട് മറിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. BJPയോടുള്ള CPM സമീപനം മൃദുവായിരുന്നു ഇത്തവണ തൃശ്ശൂരിൽ. പണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ, അതിൽ തൃശ്ശൂരാണ് പ്രധാനം. ഏതായാലും നരേന്ദ്രമോദിക്ക് കൊടുത്ത വാക്കു പാലിക്കാൻ പിണറായി വിജയന് തൃശ്ശൂരിൽ എളുപ്പമായിരുന്നു. തൻ്റെ പ്രശ്നം പറയാതെ തന്നെ കരുവന്നൂർ പറഞ്ഞ് പേടിപ്പിച്ച് തൃശ്ശൂരിലെ CPMുകാരെ ഒപ്പം നിർത്താൻ പിണറായി വിജയന് കുറച്ചൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വോട്ട് BJPക്ക് കൂടും എന്നുറപ്പാണ്. മുരളീധരൻ പറയുന്നത് പോലെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ജയരാജൻ ചർച്ച നടത്തിയത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് BJPയിൽ പോകാനോ അല്ല. CPMൻ്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് BJPയുമായി ചർച്ച നടന്നത്. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തതും. അതിൽ തൃശ്ശൂരായിരുന്നു മെയിൻ ഡീലെന്നും നമുക്ക് വ്യക്തമായി കഴിഞ്ഞു.